ചിരിയോ ചിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയുടെ കരുത്ത് പലപ്പോഴും ഹാസ്യ ചിത്രങ്ങളാണെന്ന് പറയാനാവും. കാരണം ഒരു ഹാസ്യ ചിത്രം വിജയിക്കുമ്പോൾ അത് പല വിഭാഗത്തിലുള്ള പ്രേക്ഷകരെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. അത്തരമൊരു സിനിമയിൽ അഭിനയിക്കുന്നതിലൂടെ അതിലെ നടന്മാർക്ക് ലഭിക്കുന്നത് വളരെ വലിയൊരു ആസ്വാദക വൃന്ദത്തെയാണ്. അത്തരത്തിൽ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കലാകാരനാണ് പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ. എല്ലാ മലയാളികളും ഒരുപോലെ സ്നേഹിക്കുന്ന കൊച്ചിൻ ഹനീഫയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചിരിച്ചങ്ങ് പോവാം. പല നടന്മാരെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്, കോമഡി നടനായി വന്നു പിന്നീട് വില്ലനായി മാറി, അല്ലെങ്കിൽ വില്ലൻ നടനായി വന്നു പിന്നീട് സ്വഭാവ നടനായി മാറി എന്നൊക്കെ. ഈ മാറ്റങ്ങളൊക്കെ കൊച്ചിൻ ഹനീഫയുടെ കരിയറിലും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ഈ കഥാപാത്രങ്ങളെ എല്ലാം തന്നെ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിച്ചു പ്രേക്ഷക പ്രീതി നേടി എന്നിടത്താണ്. കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് കത്തി നിൽക്കുന്ന കാലത്തും ഗംഭീരമായ വില്ലൻ വേഷങ്ങളിലൂടെ നമ്മെ ഭയപ്പെടുത്താനും അതുപോലെ തന്നെ ശക്തമായ ക്യാരക്ടർ റോളുകളിലൂടെ പ്രേക്ഷകരുടെ കണ്ണ് നനയിപ്പിക്കാനും അദ്ദേഹത്തിന് ഒരുപോലെ സാധിച്ചു. കൊച്ചിൻ ഹനീഫ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഉച്ചത്തിലുള്ള തനതായ ആ ചിരിയും കക്ഷം വിടർത്തി നെഞ്ചു വിരിച്ചുകൊണ്ടുള്ള നടത്തവുമായിരിക്കും. ആ ചിരിയും നടത്തവും കൊണ്ട് തന്നെ ഗംഭീരമായ വില്ലൻ വേഷങ്ങൾ ചെയ്ത് നമ്മളെ ഞെട്ടിക്കുവാനും അതുപോലെ തന്നെ കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് ചിരിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് മുഖത്തെ ഭാവങ്ങളും കണ്ണിലെ തീക്ഷ്ണതയും സംസാരത്തിലെ മൂർച്ചയും ആവാം. കൊച്ചിൻ ഹനീഫ എന്ന കലാകാരന്റെ പ്രതിഭയും കൈയടക്കവും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. താനെന്നെ ഫിറ്റാക്കി കാര്യം നോക്കണോ? അയ്യോ, ഇതൊക്കെ വാസോട്ടന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. നാടകവേദികളിൽ നിന്നും സിനിമയിലെത്തിയ നടന്മാർ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മിമിക്രി മേഖലകളിൽ നിന്നും മലയാള സിനിമയിലെത്തി പ്രശസ്തരായ നടന്മാരും ധാരാളമുണ്ട്. എന്നാൽ ഇവരിൽ നിന്നെല്ലാം കൊച്ചിൻ ഹനീഫ എന്ന കലാകാരൻ ഒരു പടി മുൻപിലാണ്. നാടകവും മിമിക്രിയും കലോത്സവ വേദികളും എല്ലാം ഒരുപോലെ കരുത്തു പകർന്ന കലാകാരനാണ് കൊച്ചിൻ ഹനീഫ. സ്കൂൾ കാലഘട്ടം മുതലേ തന്നെ പലവിധ നാടക ട്രൂപ്പുകളുമായി അദ്ദേഹം സഹകരിച്ചിരുന്നു. കോളേജ് പഠനകാലത്താവട്ടെ കലോത്സവ വേദികളിലെ പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ആദ്യകാല മിമിക്രി താരങ്ങളിൽ പ്രധാനിയായിരുന്നു കൊച്ചിൻ ഹനീഫ എന്ന് തന്നെ പറയാം. ഒരു മനഃശാസ്ത്രജ്ഞന് ഏറ്റവും വലുത് മനസ്സമാധാനമാണ്. ഇന്ന് ഞാനൊരു സ്ത്രീ ഹിപ്നോട്ടൈസ് ചെയ്തു. ഭർത്താവിനെ ക്രൂരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് അവളുടെ ഉപബോധ മനസ്സിൽ നിന്നും എനിക്ക് കിട്ടിയത്. മലയാള സിനിമയുടെ പുതിയ തലമുറയിൽപ്പെട്ട പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ ഹനീഫ എന്ന കലാകാരൻ ഒരു ജനപ്രിയ ഹാസ്യ നടനാണ്. അദ്ദേഹത്തിന്റെ പല വില്ലൻ വേഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. വില്ലൻ വേഷത്തിലൂടെ മലയാള സിനിമയിലെത്തി പിന്നീട് ഹാസ്യ നടനായാണ് അദ്ദേഹം മാറിയതെന്ന് നമുക്ക് പലർക്കും അറിയാം. എന്നാൽ മലയാള സിനിമയിലെ ഒരു ബഹുമുഖ പ്രതിഭയാണ് കൊച്ചിൻ ഹനീഫ എന്നതാണ് സത്യം. മികച്ച സൂപ്പർ താരങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിനൊപ്പം തമിഴ് ചിത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഏകദേശം 15ഓളം സിനിമകളുടെ തിരക്കഥാകൃത്താണ് കൊച്ചിൻ ഹനീഫ. അതെ, വെള്ളമൊഴിച്ചു കുടിക്കണം, പാലൊഴിച്ചു കുടിക്കണം. அப்பா குடிக்காதுங்க. இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தடவியா போதும். അത് തപ്പ്. മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും നിരവധി ഉയർന്ന ആളുകളുമായി അടുത്ത വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകൂടിയായിരുന്നു കൊച്ചിൻ ഹനീഫ. പണം നോക്കാതെ സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന കലാകാരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ തന്നെയായിരുന്നു. മലയാളത്തിലെ ഏതൊരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്തും സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെന്ന് സംസാരിക്കുവാൻ സാധിച്ചിരുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളുകൂടിയായിരുന്നു കൊച്ചിൻ ഹനീഫ. കുറെ നാളായി നാട്ടിലെ തല്ലുകൊണ്ടിട്ട് മലേഷ്യയിലെ തല്ല് നമ്മുടെ ശരീരത്തിന് ഇണങ്ങൂല. ഇതാ സുഖം. സിനിമയ്ക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഗൗരവക്കാരന്റെ പ്രകൃതമായിരുന്നു കൊച്ചിൻ ഹനീഫയ്ക്ക്. എന്നാൽ അടുത്തെത്തി പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആ സൗഹൃദ വലയത്തിൽ നിന്ന് പുറത്തു പോകാൻ അദ്ദേഹം ആരെയും അനുവദിച്ചിരുന്നില്ല. நான் கொடுக்க மாட்டேன். മലയാളത്തിന്റെ ഹാസ്യ ചക്രവർത്തിമാരുടെ പട്ടികയിൽ നമ്മൾ പെടുത്താത്ത മലയാളികളുടെ ഹാസ്യ താരമാണ് കൊച്ചിൻ ഹനീഫ. അദ്ദേഹം ഹാസ്യത്തിൽ മാത്രമല്ല മികച്ചു നിൽക്കുന്നത് എന്നത് തന്നെയാണ് അത്തരമൊരു വിശേഷണത്തിലേക്ക് മാത്രം അദ്ദേഹത്തെ ഒതുക്കാത്തതിന്റെ കാരണവും. സിനിമയിൽ നമ്മളെ കോമഡി രംഗങ്ങളിലൂടെയൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്ന പല നടന്മാരും യഥാർത്ഥ ജീവിതത്തിൽ വളരെ ഗൗരവക്കാരായിരുന്നു. എന്നാൽ ഇവർക്കൊരു അപവാദമാണ് കൊച്ചിൻ ഹനീഫ. സൗഹൃദങ്ങളും തമാശകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരും പെട്ടെന്ന് അടുപ്പത്തിലാവുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു കൊച്ചിൻ ഹനീഫ. ചെറിയൊരു തമാശ മതി അദ്ദേഹത്തിന് പൊട്ടിച്ചിരിക്കാൻ. പല തമാശകളും ദിവസങ്ങൾ കഴിഞ്ഞാലും ഓർത്തോർത്ത് അദ്ദേഹം ചിരിക്കുമായിരുന്നു. ചുറ്റും നടക്കുന്ന ഒന്നിനെപ്പറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റൊന്നും ചിന്തിക്കരുത്. ഈ നാണയത്തിൽ മാത്രം.
അവയവങ്ങൾ അയച്ചിടൂ. 1951 ഏപ്രിൽ 22-ന് കൊച്ചിയിലെ വെളുത്തേടത്ത് തറവാട്ടിൽ AB മുഹമ്മദിന്റെയും ഹാജിറയുടെയും 8 മക്കളിൽ രണ്ടാമനായായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ ജനനം. സെയിന്റ് അഗസ്റ്റിൻ സ്കൂളിലും സെയിന്റ് ആൽബർട്ട്സ് കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. കൊമേഴ്സിൽ ബിരുദം സമ്പാദിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. പഠനകാലത്ത് തന്നെ അഭിനയ രംഗത്തോടായിരുന്നു അഭിനിവേശം. സ്കൂളിലും കോളേജിലും ഒക്കെ തന്റെ കലാപ്രകടനത്തിന് ലഭിച്ചിരുന്ന ഒരു വേദി പോലും അദ്ദേഹം നഷ്ടമാക്കിയിരുന്നില്ല. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? പല പ്രശസ്തരായ നടന്മാരും അവരുടെ യഥാർത്ഥ പേരിലല്ല അറിയപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ പേര് രേഖകളിൽ ഉണ്ടാകും. പക്ഷേ യഥാർത്ഥ പേരിന്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിലും ഗൂഗിൾ പേജുകളിലും ഒക്കെ തർക്കം നിലനിർത്തുന്ന നടനാണ് കൊച്ചിൻ ഹനീഫ. സലീം അഹമ്മദ് ഘോഷ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നാണ് വിക്കിപീഡിയയും ചില യൂട്യൂബ് ചാനലുകളും ഒക്കെ വിളിച്ചു പറയുന്നത്. എന്നാൽ അത് തെറ്റാണെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ വാദിക്കുന്നത്. ഘോഷ് എന്ന ബംഗാളി ചുവയുള്ള പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലെന്നും സ്കൂളിലും കോളേജിലുമെല്ലാം അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഹനീഫ എന്നായിരുന്നു എന്നുമാണ് കുടുംബക്കാർ പറയുന്നത്. എന്നാൽ ഹനീഫയെ കൊച്ചിൻ ഹനീഫ എന്ന് ആദ്യമായി വിളിച്ചത് നടൻ തിക്കുറിശിയാണ്. നീ ആരടാ? നിങ്ങളാരാ? ഞാൻ കള്ളൻ അല്ല, പോലീസ്. സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ പഠനകാലം കൊച്ചിൻ ഹനീഫയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലമായിരുന്നു. കലാപ്രവർത്തനവും ചെറിയ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെയായി നിറഞ്ഞു നിന്നിരുന്ന കാലം. 1972 കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് ഹനീഫ. ആ വർഷത്തെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് കോളേജിലെ ചുമതലകൾ അദ്ദേഹത്തിനായിരുന്നു. ഏകദേശം 80ഓളം കോളേജുകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവ വേദിയിൽ തന്റെ പ്രകടനവും ഉണ്ടായിരിക്കണമെന്നും മോണോ ആക്ടിൽ 1ാം സമ്മാനം നേടണമെന്നതും ഹനീഫയുടെ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ രസകരമായിരുന്നു. കൊച്ചിൻ ഹനീഫയുടെ ഒരു രംഗം കണ്ട് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ആ കഥ പറയാം. கொஞ்சம் தள்ளுங்க சார். എന്തൊക്കെ? கொஞ்சம் தள்ளுங்க சார். ഭാസ്കരാ, അവൻ തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ. നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. ഞാൻ എന്നെ പണ്ണ കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. കലോത്സവത്തിൽ മോണോ ആക്ട് അവതരിപ്പിക്കുന്നതിനായി കഠിനമായി പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന കൊച്ചിൻ ഹനീഫയെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് പിടിപെട്ടു. അതും മത്സരത്തിന് വെറും 18 ദിവസം മാത്രം ബാക്കി നിൽക്കെ. ഡോക്ടർ വാക്കുകൊടുത്തതുപോലെ തന്നെ 18 ദിവസം കൊണ്ട് ചിക്കൻ ബോക്സ് മാറി. എന്നാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് കർശനമായ വിശ്രമം ആവശ്യമാണ്. പുറത്തിറങ്ങുവാനോ വെയിൽ കൊള്ളുവാനോ ശരീരം ഇളക്കുവാനോ പാടില്ല. ഡോക്ടർ പറഞ്ഞത് കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ പിതാവ് അന്ന് ജോലിക്ക് പോയത്. ആരുടെയും കണ്ണിൽപ്പെടാതെ സമയമായപ്പോൾ പുറത്തു ചാടിയ ഹനീഫ നേരെ പോയത് കലോത്സവ വേദിയിലേക്കായിരുന്നു. ശാരീരിക അവശതകളൊന്നും വകവയ്ക്കാതെ കലോത്സവ വേദിയിൽ തന്റെ പ്രകടനം കാഴ്ചവെച്ച് പെട്ടെന്ന് തിരിച്ചെത്തിയ ഹനീഫ കട്ടിലിൽ അറിയാത്ത പോലെ കിടന്നു. ആ ഒരു റിസൾട്ട് എന്താണെന്ന് അറിയാതെ അന്നത്തെ ദിവസം അദ്ദേഹം അങ്ങനെ തള്ളി നീക്കി. പിറ്റേന്ന് പത്രം വന്നപ്പോഴാണ് ഹനീഫ പോലും ഞെട്ടിയത്. മോണോ ആക്ട് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കൊച്ചിൻ ഹനീഫയുടെ ഫോട്ടോ അടക്കമാണ് പത്രത്തിൽ വാർത്തയായി വന്നിരിക്കുന്നത്. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് എന്ന് വെച്ചാൽ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്നവൻ അല്ലേ? അങ്ങനെയാണ് നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കണം. അഭിനയിക്കുവാനും കഥാപാത്രമായി മാറുവാനും എത്ര ത്യാഗം സഹിക്കാനും തയ്യാറായിരുന്ന നടനായിരുന്നു കൊച്ചിൻ ഹനീഫ. സിനിമയോടും അഭിനയത്തോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം അത്രത്തോളം വലുതായിരുന്നു. എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോട്ടെ. നിൽക്കുന്നത് അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും ലോകൈക ചെറ്റിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനുമായി ഇരിക്കുന്നത്. 1972 എന്നത് കൊച്ചിൻ ഹനീഫയുടെ ജീവിതത്തിൽ വളരെ വലിയ സ്ഥാനം വഹിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ചിക്കൻ ബോക്സ് ബാധിച്ച് വിശ്രമത്തിൽ ഇരിക്കുമ്പോഴും അത് അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് കലോത്സവ വേദിയിലെത്തി മോണോ ആക്ട് അവതരിപ്പിച്ച് 1ാം സമ്മാനം നേടിയത് മാത്രമല്ല, സമ്മാനാർഹരായ കുട്ടികൾക്ക് പുരസ്കാരം നൽകുന്ന വേളയിൽ അഴിമുഖം സിനിമയുടെ പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു. കഴിവുള്ള കലാകാരന്മാരെ തേടി ഇറങ്ങിയതായിരുന്നു അവർ. ആസ്വാദകരുടെ കയ്യടി വാങ്ങിക്കൊണ്ടുള്ള കൊച്ചിൻ ഹനീഫയുടെ പ്രകടനം അവർ അപ്പോഴേ ശ്രദ്ധിച്ചിരുന്നു. അവർ കൊച്ചിൻ ഹനീഫയെ പരിചയപ്പെടുകയും അടുത്ത ദിവസം തന്നെ എറണാകുളത്തുള്ള ഭാരത് ഹോട്ടലിൽ വന്ന് തങ്ങളെ കാണണമെന്ന് പറയുകയും ചെയ്തു. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. ക്ഷണം കിട്ടിയതിനെ തുടർന്ന് ഹനീഫ അടുത്ത ദിവസം തന്നെ എറണാകുളത്തെ ഹോട്ടലിലെത്തി. അവിടെ എത്തിയപ്പോൾ മാത്രമാണ് തനിക്ക് സിനിമയിൽ അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. യഥാർത്ഥത്തിൽ ആ സിനിമയിൽ ഹനീഫയ്ക്ക് ചേരുന്ന കഥാപാത്രങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഹനീഫയുടെ പ്രകടനം കണ്ട് മതിപ്പ് തോന്നിയ ആ സിനിമയുടെ സംവിധായകൻ വിജയൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു കഥാപാത്രത്തെ എഴുതി ചേർക്കുകയായിരുന്നു. ഒരു തൊഴിലാളിയുടെ കഥാപാത്രം. അതെ, കൊച്ചിൻ ഹനീഫ സിനിമയിൽ ചെയ്ത ആദ്യ കഥാപാത്രം.
നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. ആ ഹെൽമെറ്റ് ടൂറിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഹെൽമെറ്റ് വെക്കണ തല്ലുകൊള്ളാതിരിക്കാനാവില്ലേ? എത്ര വലിയ നടന്മാരും തങ്ങളുടെ ആദ്യ സിനിമയുടെ ഓർമ്മ പങ്കുവെക്കുമ്പോൾ പറയുന്ന ഒരു അനുഭവമാണ് ആദ്യ ടേക്ക് എടുക്കുമ്പോൾ ഉണ്ടായ ഭയം. ഭയം കാരണം ആദ്യ ടേക്ക് പലതവണ റീടേക്ക് എടുക്കേണ്ടി വന്നവരും ഉണ്ട്. എന്നാൽ കൊച്ചിൻ ഹനീഫ അവിടെയും വ്യത്യസ്തനായി. തന്റെ ആദ്യ സിനിമയിലെ ആദ്യ ടേക്ക് തന്നെ ഓക്കെ ആക്കിയ നടനാണ് കൊച്ചിൻ ഹനീഫ. നാടകവേദികളിലൂടെയും കലോത്സവ വേദികളിലൂടെയും ഒക്കെ തനിക്ക് ലഭിച്ച അനുഭവജ്ഞാനവും ധൈര്യവുമെല്ലാം ആ കഥാപാത്രത്തെ അനായാസം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ചു. കറിയേ ഏത് കറിയാ? എന്റെ അമ്മയെ കൊറിയക്കാരൻ ഷിങ്ഷാങ്ഷു എന്താണ് അവനെ കാലത്ത് വിളിക്കായിരുന്നത്? പോയി കാർ റെഡിയാക്കണോ? ആദ്യകാലങ്ങളിൽ മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങളിലൂടെ പ്രശസ്തനായ നടനായിരുന്നു കൊച്ചിൻ ഹനീഫ. അതിനൊരു നിമിത്തം എന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ ആദ്യ ടേക്ക് അദ്ദേഹം അഭിനയിക്കുന്നത് മലയാളത്തിലെ സുന്ദരനായ വില്ലൻ എന്ന രീതിയിൽ പ്രശസ്തനായ ശ്രീ ഉമ്മറിനോടൊപ്പമായിരുന്നു. അഴിമുഖം എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ മധുവും ജയഭാരതിയുമായിരുന്നു. ഷൂട്ടിംഗ് നടന്നത് മട്ടാഞ്ചേരിയിലാണ്. അങ്ങനെ അന്നത്തെ സൂപ്പർ താരങ്ങളെയെല്ലാം അണിനിരത്തിക്കൊണ്ട് ഒരുങ്ങിയ അഴിമുഖം എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് ഒരു ബഹുമുഖ പ്രതിഭയെ കൂടി ലഭിക്കുകയായിരുന്നു. നീ ചിരിക്കണ്ട, നിന്റെ ഫ്രണ്ടിന് ബെല്ലടിച്ച് ബാക്കിൽ വന്നാലേ കാണാൻ പറ്റുന്ന. അയ്യോ, ഞാൻ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതേ അല്ല. ആ കാശിന്റെ കാര്യം എന്തായി? സിനിമയിലായാലും ജീവിതത്തിലായാലും അച്ചടക്കത്തോടു കൂടി ജീവിച്ച വ്യക്തിയാണ് കൊച്ചിൻ ഹനീഫ. സിനിമയുടെ ആർഭാടങ്ങൾ ഒന്നും ഭ്രമിക്കാതെയാണ് അദ്ദേഹം കരിയറിൽ ഉടനീളം പ്രവർത്തിച്ചത്. തന്റെ അമ്മയെ ജീവന് തുല്യം സ്നേഹിച്ച വ്യക്തി കൂടിയാണ് കൊച്ചിൻ ഹനീഫ. സിനിമയിൽ പോകുന്നതിനെ എതിർക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാത്ത ഉമ്മ ഒരൊറ്റ ഉറപ്പ് മാത്രമാണ് ഹനീഫയോട് ചോദിച്ചത്: ഒരിക്കലും മദ്യപിക്കരുത്. ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ കൊച്ചിൻ ഹനീഫ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപ ഉള്ളൂ. 150 രൂപയെ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാൽ അവിടെ എടുക്കട്ടെ. കൊച്ചിൻ ഹനീഫയെ പറ്റി സഹപ്രവർത്തകർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിലെ നടനെ പറ്റി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായി കൊച്ചിൻ ഹനീഫയിലെ മനുഷ്യനെ പറ്റി അവർ സംസാരിക്കുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. എഞ്ചിനൊരു ഇടിപ്പുണ്ടല്ലോ. ഞാൻ കേട്ടില്ല സാറേ. ഞാൻ കേട്ടു. ഓ, ഈ സാറിന്റെ ഒരു കാര്യം. സാർ ഈ ചെവിക്ക് കണ്ണ് കിട്ടാൻ നോക്കണോട്ടോ. എന്നെ അധികം പൂഴ്ത്തി വഷളാക്കരുത്. മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ സാധിക്കുക എന്നത് എല്ലാവർക്കും ലഭിക്കുന്നൊരു കഴിവല്ല. തമാശകൾ മനസ്സിലാക്കുവാനും ചിരിക്കുവാനും സാധിക്കുക എന്നതും എല്ലാവർക്കും സാധിക്കുന്ന ഒരു ഗുണവുമല്ല. നന്നായി ചിരിക്കുന്ന ഒരാൾക്കാണ് മറ്റൊരാളെ നന്നായി ചിരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു പറച്ചിലുണ്ട്. അത് സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ കൊച്ചിൻ ഹനീഫയുടേത്. മലയാളികളെ ഇപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കൊച്ചിൻ ഹനീഫ സ്വയം മതിമറന്ന് ചിരിക്കുവാൻ കൂടി ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ആസാനെ മണ്ണ് കടച്ചാച്ചി വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്രം എന്റെ കയ്യിലുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ കൊച്ചിൻ ഹനീഫ വിവിധ നാടക ട്രൂപ്പുകളോടൊപ്പം നാടകവുമായി സഹകരിച്ചിരുന്നു. അന്നു മുതലേ അഭിനയ കലയോട് ഹനീഫയ്ക്ക് ഹരമായിരുന്നു. മിക്ക ദിവസങ്ങളും രാത്രിയിലെ നാടകം കഴിഞ്ഞ് ഉറക്കം തൂങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഹനീഫ ക്ലാസ്സിലേക്ക് എത്തിയിരുന്നത്. കൊച്ചിയിലെ സെയിന്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് കൊച്ചിൻ ഹനീഫ പഠിച്ചുകൊണ്ടിരുന്നത്. മുഖത്ത് മേക്കപ്പിന്റെ അവശേഷിപ്പുമായി ക്ലാസ്സിലേക്ക് എത്തുന്ന കൊച്ചിൻ ഹനീഫയെ കാണുമ്പോൾ തന്നെ അദ്ദേഹം അവരോട് എന്താണ് പറയാൻ പോകുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമായിരുന്നു. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ല, എങ്ങാനും ഉറങ്ങിപ്പോയാൽ വിളിച്ചേക്കണേ എന്ന്. കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല അണ്ണാച്ചി, ഒരു അബദ്ധം പറ്റിയതാണ്. മലയാളത്തിലെ പ്രഗത്ഭരായ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളാണ് ശ്രീ ലോഹിതദാസ്. കൊച്ചിയിലെ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ കൊച്ചിൻ ഹനീഫയുടെ ജൂനിയറായിട്ട് പഠിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതേ ലോഹിതദാസിന്റെ രചനയിൽ പിറന്ന കിരീടം എന്ന ചിത്രത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രമാണ് കൊച്ചിൻ ഹനീഫയുടെ കരിയറിലെ തന്നെ വഴിത്തിരിവായി മാറിയത് എന്നത് മറ്റൊരു കൗതുകമാണ്. അതുവരെ വില്ലൻ കഥാപാത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന കൊച്ചിൻ ഹനീഫയ്ക്ക് ഹാസ്യമം വഴങ്ങുമെന്ന് എഴുത്തുകാരെ കൊണ്ടും സംവിധായകരെ കൊണ്ടും ചിന്തിപ്പിച്ച ഒരു സിനിമയായിരുന്നു അത്. അതിനുശേഷം ലോഹിതദാസിന്റെ തന്നെ നിരവധി ശക്തമായ കഥാപാത്രങ്ങളാണ് കൊച്ചിൻ ഹനീഫയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഇതിന്റെ മലോമൂത്രം കോരിക്കോരി ഞാനൊരു പരുവത്തിലായി. ഇന്ന് വിളിക്കും നാളെ വിളിക്കുമെന്ന് കരുതി കൊതിപ്പിക്കുന്നതല്ലാതെ എന്നാണ് കർത്താവ് ഈ പാനപാത്രം എന്റെ മുമ്പിൽ നിന്ന് നീ ഒന്ന് നീക്കിത്തരണേ?
തിരുവചനം പറഞ്ഞതാ. ഒരു കാലത്ത് മിമിക്രി വേദികളിൽ തിളങ്ങിയിരുന്ന കൊച്ചിൻ ഹനീഫയുടെ മാസ്റ്റർ പീസ് ഐറ്റമായിരുന്നു ശിവാജി ഗണേശൻ. അദ്ദേഹത്തിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം അനുകരിച്ച് കാണികളെ ആവേശത്തിലാക്കുന്നത് കൊച്ചിൻ ഹനീഫയ്ക്ക് ഹരമായിരുന്നു. പിന്നീട് ഇതേ കൊച്ചിൻ ഹനീഫയെ തന്നെ മിമിക്രിക്കാർ അനുകരിച്ചു തുടങ്ങി. ആദ്യമൊക്കെ അദ്ദേഹത്തിന് അത് അത്ര ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും പിന്നീടത് കൊച്ചിൻ ഹനീഫ ആസ്വദിച്ചു തുടങ്ങി. എങ്കിലും പല മിമിക്രിക്കാരും തന്റെ സംസാരത്തെ വികലമാക്കുന്നു എന്നൊരു പരാതി കൊച്ചിൻ ഹനീഫയ്ക്ക് ഉണ്ടായിരുന്നു. സാറേ ഈ നറുക്കെടുപ്പിൽ എന്റെ പേര് കൂടെ ഒന്ന് ഉൾപ്പെടുത്തൂ. അങ്ങനെ എല്ലാവരുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒന്നുകിൽ ശിക്ഷ തീരാതാവണം, അല്ലെങ്കിൽ നല്ല നടപ്പ്. അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ പറ്റും. കൊച്ചിൻ ഹനീഫയുടെ മനുഷ്യ സ്നേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകർക്ക് പറയാൻ ധാരാളം കഥകളാണുള്ളത്. അതിൽ പ്രധാനം മണിയൻ പിള്ള രാജു ഒരു അഭിമുഖത്തിനിടയിൽ പറഞ്ഞ കഥയാണ്. കൊച്ചിൻ ഹനീഫയും മണിയൻ പിള്ള രാജുവും ഒക്കെ സിനിമാ അവസരത്തിനു വേണ്ടി മദിരാശിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന പട്ടിണി കാലഘട്ടം. ഒരു ദിവസം ഭക്ഷണം കഴിക്കുവാൻ മണിയൻ പിള്ള രാജുവിന്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വിശപ്പ് സഹിക്കാനാവാതെ വന്നപ്പോൾ മണിയൻ പിള്ള രാജു കൊച്ചിൻ ഹനീഫയുടെ മുറിയിലെത്തി കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ കൊച്ചിൻ ഹനീഫ തന്റെ ഖുറാനിനുള്ളിലിരുന്ന 10 രൂപയെടുത്ത് മണിയൻ പിള്ള രാജുവിന് കൊടുത്തു. ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന മണിയൻ പിള്ള രാജു കണ്ടത് മുറിക്കുള്ളിൽ ഇരിക്കുന്ന കൊച്ചിൻ ഹനീഫയാണ്. കാര്യം തിരക്കിയപ്പോൾ തനിക്കിപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. അപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പോകാതെ മുറിക്കുള്ളിലിരിക്കുന്ന കൊച്ചിൻ ഹനീഫയെ മണിയൻ പിള്ള രാജു കണ്ടത്. കാര്യം തിരക്കിയപ്പോൾ തനിക്കിപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞ ഹനീഫ ഒഴിഞ്ഞു മാറി. വൈകുന്നേരവും ഭക്ഷണം കഴിക്കുവാൻ കൊച്ചിൻ ഹനീഫ പോകാതെ വന്നപ്പോൾ കാര്യം എന്താണെന്ന് മണിയൻ പിള്ള രാജു വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് കൊച്ചിൻ ഹനീഫ ചിരിച്ച മുഖവുമായി ഒരു മറുപടി പറഞ്ഞത്. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു 10 രൂപയാണ് ഞാൻ നിനക്ക് തന്നതെന്ന്. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എന്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്. കോളേജ് കാലഘട്ടത്തിൽ തന്നെ ആദ്യ സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ച കൊച്ചിൻ ഹനീഫ സിനിമയ്ക്ക് വേണ്ടി പൂർണ്ണമായും മദ്രാസിലേക്ക് താമസം മാറി. ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമായി അദ്ദേഹം നാട്ടിൽ വരുന്നത്. എന്നാൽ നാട്ടിൽ വരുമ്പോഴാകട്ടെ ഒരു പറ്റം ചെറുപ്പക്കാർ അദ്ദേഹത്തിന് ചുറ്റും കൂടുമായിരുന്നു. തങ്ങളുടെ നാട്ടിലെ ഒരേ ഒരു സിനിമാ നടനെ അടുത്തു കാണുവാനും അദ്ദേഹത്തിന്റെ സിനിമാ കഥകൾ കേൾക്കുവാനുമുള്ള കൗതുകമായിരുന്നു അതിന് പിന്നിലെ കാരണം. ആ യുവാക്കളുടെ സംഘത്തിലെ പ്രധാനികളായിരുന്നു പിന്നീട് മലയാള സിനിമയിലെ തന്നെ പ്രശസ്ത സംവിധായകരായി മാറിയ സിദ്ദിഖും ലാലും. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന നിരവധി കോമഡി കഥാപാത്രങ്ങൾക്കാണ് കൊച്ചിൻ ഹനീഫ ജീവൻ നൽകിയിട്ടുള്ളത്. ഹലോ, സമ്മതമാണ്. കാശ് തന്നാൽ കാലനവരെ കൊല്ലാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടത് ഈ ഉറപ്പാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആരെന്ന് വെളിപ്പെടുത്താത്തത് കൊണ്ട് പറഞ്ഞ പണം മുഴുവൻ മുൻകൂറായി തന്നെ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വേണം. സമ്മതിക്കുന്നു. മലയാളത്തിലെയും തമിഴിലെയും ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള നടനാണ് കൊച്ചിൻ ഹനീഫ. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലെ ഏറ്റവും വലിയ നടൻ ശിവാജി ഗണേശനാണ്. ശിവാജി ഗണേശനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ അവരോട് കൊച്ചിൻ ഹനീഫ ദേഷ്യപ്പെടുമായിരുന്നു. മലയാളികളുടെ ഇഷ്ട നടനായ കൊച്ചിൻ ഹനീഫയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ പങ്കുവെക്കുവാൻ പോകുന്നത്. നിരവധി സിനിമകളിലൂടെ നമ്മളെ ഉള്ളു തുറന്ന് ചിരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ കണ്ണു നനയിക്കുകയും ചെയ്തിട്ടുള്ള അതുല്യ കലാകാരനാണ് കൊച്ചിൻ ഹനീഫ. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടുകയും പിന്നീട് മറ്റു കഥാപാത്രങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന നിരവധി നടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മിമിക്രിയുടെ ലോകത്തു നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന് പിന്നീട് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി മാറിയ ഒരേ ഒരാളായിരുന്നു കൊച്ചിൻ ഹനീഫ. മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. കുണ്ട്രശാരംഗൻ എന്ന് പറയും. ഈ വീടിന്റെ നോക്കി നടത്തിപ്പൊക്കെ ഞാനാ. ഇവിടെ അടുത്ത താമസം. കൊച്ചിൻ ഹനീഫ എന്ന നടന്റെ കോമഡി രംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊച്ചിൻ ഹനീഫയുടെ കോമഡി കഥാപാത്രങ്ങൾ കൂടുതലും സൃഷ്ടിച്ചിട്ടുള്ളത് കോമഡിക്ക് വേണ്ടി ആയിരുന്നില്ല. എന്നാൽ കൊച്ചിൻ ഹനീഫയുടെ അവതരണത്തിലുള്ള പ്രത്യേകതകളിലൂടെയാണ് നമുക്കത് കൂടുതൽ കോമഡിയായി ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് 1 ഡിഗ്രി കൂടുകയോ കുറയുകയോ ചെയ്താൽ പരാജയമാകാവുന്ന ഈ കഥാപാത്രം കൊച്ചിൻ ഹനീഫ ചെയ്തതുകൊണ്ടാണ് ജനപ്രിയമായി മാറിയത്. ചുരുക്കി പറഞ്ഞാൽ ഈ കഥാപാത്രം മറ്റൊരു നടൻ ചെയ്താൽ വിജയിക്കില്ല എന്നും ഈ ഹാസ്യം നമുക്ക് ലഭിക്കില്ല എന്നുമാണ് സാരം. വൈദ്യുതി ലിസ്റ്റ് തന്നിട്ടുണ്ട്. ദൈവമേ, ഇതിലൊന്നും എഴുതിയിട്ടില്ലേ? തിരിച്ചുപിടിച്ച ലെറ്റർ വന്നത് ഇങ്ങനെ. കൊച്ചിൻ ഹനീഫയുടെ ശരിയായ പേരിനെ ചൊല്ലിയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതായി നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ തമിഴ് ലോകത്തെ ആസ്വാദകർക്ക് അദ്ദേഹത്തിന്റെ പേരിനെ ചൊല്ലി യാതൊരു കൺഫ്യൂഷനുമില്ല.
VMC ഹനീഫ എന്നായിരുന്നു തമിഴ് ആസ്വാദകർ കൊച്ചിൻ ഹനീഫയെ വിളിച്ചിരുന്നത്. ശ്രദ്ധേയമായ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായും തിരക്കഥാകൃത്തായും ശ്രദ്ധിക്കപ്പെട്ട നടനായും VMC ഹനീഫയെ തമിഴ് ആസ്വാദകർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാല്ലേ? എന്തായാലും ഇനി ഹോട്ടലിലെ പുറത്തേക്ക് നിർത്തി പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇവിടെ നിന്ന് താമസിക്കാനാണ് അദ്ദേഹത്തിന്റെ ഓർഡർ. ഇന്ന് മലയാള നടന്മാർ മറ്റു ഭാഷകളിൽ പോയി അഭിനയിക്കുന്നത് അത്ര വലിയ വാർത്തയൊന്നുമല്ല. എന്നാൽ ഒരു കാലത്ത് അത്തരം അവസരങ്ങൾ ലഭിക്കുന്നത് ഒരു വലിയ വാർത്തയായിരുന്നു. അക്കാലത്ത് മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്യുവാൻ സാധിച്ച കലാകാരന്മാരിൽ ഒരാളാണ് കൊച്ചിൻ ഹനീഫ. മലയാള സിനിമയിലായിരുന്നു അദ്ദേഹം നിറസാന്നിധ്യമെങ്കിലും ഏകദേശം 80ഓളം തമിഴ് ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. കമലഹാസൻ നായകനായി എത്തിയ മഹാനദി എന്ന ചിത്രത്തിൽ കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. തമിഴിലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംവിധായകൻ ശങ്കറിന്റെ സിനിമകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു കൊച്ചിൻ ഹനീഫ. എന്തിരൻ, അന്യൻ, ശിവാജി എന്നീ സിനിമകളെല്ലാം എടുത്തു പറയേണ്ട ഉദാഹരണങ്ങൾ തന്നെയാണ്. ആ പോയ പാർട്ടി ആരാണെന്ന് അറിയോ? ഇല്ല സർ. കടയാടി രാഘവൻ, കടയാടി ബേബി, ഇനി താഴെ എടുത്തിട്ട് കടയാടി തമ്പി. അബ്കാരികളാ, കോടീശ്വരന്മാര്. സിനിമാ ലോകത്തേക്ക് കടന്നു വരാൻ അധികമൊന്നും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല കൊച്ചിൻ ഹനീഫയ്ക്ക്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട സിനിമാ പ്രവർത്തകർ നേരിട്ട് അദ്ദേഹത്തെ സിനിമയിലേക്ക് എടുക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ ലോകത്തേക്ക് എത്തുവാനും സാധിച്ച ഒരു കലാകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കുവാനും അത് അനുഭവിച്ചറിയുവാനും സാധിച്ച കലാകാരന്മാരിൽ ഒരാളാണ് കൊച്ചിൻ ഹനീഫ. പ്രേം നസീർ യുഗം അവസാനിക്കാനായപ്പോൾ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന കൊച്ചിൻ ഹനീഫ പിന്നീട് സൂപ്പർ താരങ്ങളായ ജയൻ, സുകുമാരൻ എന്നിവരോടൊപ്പം അഭിനയിച്ചു. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ യുഗം ആരംഭിച്ചപ്പോൾ കളം മാറ്റി ചവിട്ടിയ കൊച്ചിൻ ഹനീഫ സ്വഭാവ നടനായും കോമഡി നടനായും അവരോടൊപ്പം പിടിച്ചു നിന്നു. സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരോടൊപ്പവും പുതുതലമുറയിലെ നടന്മാരായ കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ് എന്നിവരോടൊപ്പവും എല്ലാം കൊച്ചിൻ ഹനീഫ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ പാവക്കുട്ടിയെ തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത്. പാവക്കുട്ടി ഇവിടെ ഉണ്ട്, നമുക്ക് തട്ടിയെടുക്കാം. മലയാള സിനിമ ആസ്വാദകരിൽ തന്നെ യാതൊരു എതിരഭിപ്രായവും നേരിടാത്ത എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് കൊച്ചിൻ ഹനീഫ. കോമഡി കഥാപാത്രമാണെങ്കിലും ഗൗരവമുള്ള കഥാപാത്രമാണെങ്കിലും ഏതുതരം പ്രായക്കാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം മലയാളികൾക്ക് മുൻപിലും എല്ലാ ആസ്വാദകരുടെ മുൻപിലും കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ വീട്ടിൽ ചക്രമുള്ള മാച്ചാ. കൊച്ചിൻ ഹനീഫ കോമഡി അവതരിപ്പിക്കുന്ന ആൾ മാത്രമായിരുന്നില്ല, നന്നായി കോമഡി ആസ്വദിക്കുകയും ചെയ്യുന്ന ആളായിരുന്നുവെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോമഡിയുടെ രസങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് തന്റെ പിതാവിൽ നിന്നുമായിരുന്നു. നന്നായി ഹാസ്യം പറയാൻ അറിയുന്ന ആളായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ അച്ഛൻ. കൊച്ചിൻ ഹനീഫയുടെ പിതാവിന്റെ സുഹൃത്തായിരുന്നു സംവിധായകൻ സിദ്ദിഖിന്റെ പിതാവ്. കൊച്ചിൻ ഹനീഫയുടെ പിതാവും സംവിധായകൻ സിദ്ദിഖിന്റെ പിതാവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർ ഒരുപാട് നർമ്മങ്ങൾ പറയും, പക്ഷെ ചിരിക്കാറില്ല. എന്നാൽ ഈ നർമ്മങ്ങൾക്കെല്ലാം തലതല്ലി ചിരിച്ചുകൊണ്ടിരുന്നത് കൊച്ചിൻ ഹനീഫയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമാണ്. ചേടാ, അയാൾ ഇവിടെ പൊറുതി തുടങ്ങിയല്ലോ. വെറുതെ ടൗൺ വരെ പോയി. എടാ പൊന്നപ്പ, എന്താ സാറേ നീ SP യുടെ മുമ്പിൽ ചെന്ന് മണ്ടത്തരൊന്നും പറയരുത്. ഞാൻ പറഞ്ഞോളാം. മണ്ടത്തരോ പോടാ. കൊച്ചിൻ ഹനീഫ എന്ന വ്യക്തിയിലെ നടൻ എന്നതിലുപരി മനുഷ്യസ്നേഹി ഒരുപാട് പേര് സ്വാധീനിച്ചിട്ടുണ്ട്. അതിന്റെ സുഖം അനുഭവിച്ചറിഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി. മമ്മൂട്ടിയുടെ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നായ മേള എന്ന സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം തന്നെ സിനിമയിൽ ഡബ്ബു ചെയ്യുവാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു. മമ്മൂട്ടിയുടെ ശബ്ദം ഡബ്ബു ചെയ്യാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. ഡബ്ബിംഗ് സ്റ്റുഡിയോയുടെ പുറത്ത് വിഷമിച്ചിരുന്ന മമ്മൂട്ടിയെ ആശ്വസിപ്പിച്ച് ആത്മവിശ്വാസം നൽകിയത് അന്ന് കൊച്ചിൻ ഹനീഫയായിരുന്നു. പിന്നീട് അതേ മമ്മൂട്ടി മെഗാസ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന എല്ലാ സൂപ്പർ ചിത്രങ്ങളുടെയും കൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്യുവാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് സാധിച്ചു എന്നത് ചരിത്രം. എന്തിനാ അളിയ ഒരു കൈ? ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവരെ അളിയന്റെ കൂടെ ഉണ്ടാവും. 1970കളിൽ മലയാള സിനിമയിലേക്ക് നാടകരംഗത്തു നിന്നും നിരവധി നടീനടന്മാർ എത്തിയിരുന്നു. എന്നാൽ അതിന് വിപരീതമായി മിമിക്രി രംഗത്തു നിന്നും സിനിമയിലേക്ക് എത്തിയ കലാകാരനായിരുന്നു കൊച്ചിൻ ഹനീഫ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം നിരവധി വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചിരുന്നു. വൺമാൻ ഷോ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐറ്റം.
സത്യൻ, മധു, ശിവാജി ഗണേശൻ, MGR, കൊട്ടാരക്കര എന്നീ താരങ്ങളെ വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മിമിക്രിയിലൂടെ സ്വന്തം നാടിന്റെ ഹരമായി മാറിയ ഒരു കലാകാരൻ കൂടിയാണ് കൊച്ചിൻ ഹനീഫ. ഓ എന്താ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ ചവിട്ടിയമ്പ ചെന്നാണ്ടല്ല ഇന്നത്തോടെ നീയായിട്ടുള്ള പൊറുതി മതിയാക്കി കൂടും കുടുക്കേണ്ടത് സ്ഥലം വിട്ടോളാം. അത് മാത്രം പറയരുത്, ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിപ്പോയതാ. കൊച്ചിൻ ഹനീഫയുടെ കരിയർ പരിശോധിച്ചാൽ ഏതൊരു സിനിമാ പ്രേമിക്കും ആവേശം ഉണ്ടാവുന്നതാണ്. 1972 നന്നേ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുക, മലയാളത്തിൽ 300, തമിഴിൽ 80 ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുക, തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും വേഷമണിഞ്ഞ് 20ഓളം സിനിമകൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഏതൊരാളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ധനികനായ ഒരു സിനിമാക്കാരന്റെ ചിത്രമാണ്. എന്നാൽ സിനിമയിൽ നിന്ന് അധികമൊന്നും സമ്പാദിക്കുവാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. സിനിമയിൽ അഭിനയിക്കുക എന്നതായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ പാഷൻ. പ്രതിഫലം കിട്ടിയില്ലെങ്കിലും ഇനി കുറഞ്ഞു പോയാലും അദ്ദേഹം ആരോടും ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സഹായം ചോദിച്ച് തന്റെ മുന്നിൽ വരുന്നവരെ കണ്ടാൽ കൊച്ചിൻ ഹനീഫയുടെ മനസ്സലിയും. മനുഷ്യത്വവും ബന്ധങ്ങളുമാണ് എന്നും കൊച്ചിൻ ഹനീഫയുടെ സമ്പാദ്യം. ആകെപ്പാടെ ഒരു തരിപ്പ്. കണ്ണടച്ചാൽ മതി, തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും. ഉറങ്ങാൻ കഴിയുന്നില്ല. കൊച്ചിൻ ഹനീഫ എന്ന പച്ചയായ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അനുഭവം തനിക്കുണ്ടെന്ന് ജോണി ആന്റണി പറഞ്ഞിട്ടുണ്ട്. താൻ സംവിധാനം ചെയ്ത CID മൂസ എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗം കൊച്ചിയിൽ ചിത്രീകരണം നടക്കുകയാണ്. തിരക്ക് പിടിച്ച് ഷൂട്ടിംഗ് ബ്രേക്കില്ലാതെ പോകുന്ന സമയത്ത് ഉച്ചതിരിഞ്ഞ് കൊച്ചിൻ ഹനീഫ വന്ന് തന്റെ ഷൂട്ട് കഴിഞ്ഞുവെന്ന് ജോണി ആന്റണി മറുപടി പറയുകയും ചെയ്യുന്നു. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ, എൻ്റെ ഉമ്മ മരിച്ചിട്ട് കുറച്ച് സമയമായി എന്ന് കൊച്ചിൻ ഹനീഫ ജോണി ആന്റണിയോട് പറഞ്ഞു. ഇത് കേട്ട് എന്തു മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന സംവിധായകനോട് ഈ കാര്യം പറഞ്ഞ് താൻ പോവുകയാണെങ്കിൽ അത് ഷൂട്ടിങ്ങിനെ വല്ലാതെ ബാധിക്കുമെന്ന് തനിക്കറിയാവുന്നത് കൊണ്ടാണ് ഇത് മറച്ചു വെച്ചതെന്നാണ് കൊച്ചിൻ ഹനീഫ പറഞ്ഞത്. കൊച്ചിൻ ഹനീഫ എന്ന കലാകാരന്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും സഹപ്രവർത്തകരോടുള്ള കരുതലുമാണ് ഇതിൽ നിന്ന് വെളിവാകുന്നത്. മതിയായിട്ടില്ലടി, അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കൊടുപ്പിച്ചാലടിക്കാൻ മതിയാവും. ഏതുതരം റോളുകളും സമർത്ഥമായി അവതരിപ്പിക്കുവാൻ പ്രാഗൽഭ്യമുള്ള നടനായിരുന്നു കൊച്ചിൻ ഹനീഫ. വില്ലനായാൽ കൊടും ക്രൂരനായ വില്ലനായും, കൊമേഡിയനായാൽ ഏറ്റവും മികച്ച കൊമേഡിയനായും, സ്വഭാവ നടനായാൽ കരുത്തുറ്റ സ്വഭാവ നടനായും അവതരിപ്പിക്കാൻ സാധിക്കുന്ന അതുല്യ കലാകാരൻ. നമ്മൾ തമ്മിൽ കോംപ്ലിക്കേഷൻ നടത്തിയ കാര്യം സാർ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്തോന്ന് കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ. കൊച്ചിൻ ഹനീഫ എന്ന അതുല്യ കലാകാരനെ മലയാളികൾക്ക് മറക്കാനാവില്ല. കോമഡി ചിത്രങ്ങളൊക്കെ ഒരുപാട് കണ്ട് ആസ്വദിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ ഹനീഫ കഥാപാത്രങ്ങൾ ഇല്ലാത്ത സിനിമകൾ കണക്ക് കൂട്ടാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും സ്വാധീനമുണ്ട് ആ കലാകാരന് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ. നിനക്കറിയാമോ, ഒരു പക്ഷേ ലോകത്തിലെ ഒരു കള്ളനും ഒരു കൊലപാതകയും കിഡ്നാപ്പറും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. കൊച്ചിൻ ഹനീഫ എന്ന കലാകാരനെ നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും മിമിക്രി താരമായും ഒക്കെ നമുക്കറിയാം. എന്നാൽ നമുക്കറിയാത്തൊരു മുഖം കൂടിയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു മികച്ച ഗായകനാണ്. സ്വകാര്യ സൗഹൃദ വേളകളിൽ സ്വയം ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. അത് മാത്രമല്ല, മാപ്പിളപ്പാട്ടിന്റെ കാസറ്റുകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. സംവിധായകൻ ഷാഫിയുടെ പിതാവ് മാപ്പിളപ്പാട്ടുകൾ തയ്യാറാക്കുന്ന ഒരു കലാകാരനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തയ്യാറാക്കിയ കാസറ്റിലെ പല ഗാനങ്ങളും കൊച്ചിൻ ഹനീഫ ആലപിച്ചിട്ടുണ്ട്. നീ പൊന്നപ്പന്റെ പേര് ചീത്തയാക്കോലടാ. ചായയില് പുട്ട് കുതിർത്ത് കഴിച്ചിട്ടുണ്ടോ? ഞാൻ എന്താണ് ഈ പറയണതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? എന്നാൽ കൊച്ചിൻ ഹനീഫ ചായയിൽ പുട്ട് കുതിർത്ത് കഴിക്കാറുണ്ട്. അതായത് ഇപ്പൊ സിനിമാ സെറ്റുകളിലൊക്കെ പോയാൽ ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ പിടിവാശികളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒത്തുപോകാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നു. ഒരു ഗ്ലാസ് ചായ വാങ്ങുന്നു, അത് പുട്ടിലൊഴിച്ച് മിക്സ് ചെയ്യുന്നു, എന്നിട്ട് സ്പൂൺ വെച്ച് ആസ്വദിച്ച് അത് കോരി കഴിക്കുന്നു. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ എത്രത്തോളം പരുവപ്പെടുത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സിനിമയെ അടിമുടി സ്നേഹിച്ചിരുന്ന കലാകാരനാണ് കൊച്ചിൻ ഹനീഫ. സിനിമയില്ലാത്തൊരു ജീവിതത്തെ പറ്റി അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്നിരുന്നാലും ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് പോലും സംവിധായകരോട് അടുത്ത സിനിമയിൽ തനിക്ക് ചാൻസ് ഉണ്ടോന്ന് അദ്ദേഹം ചോദിക്കാറില്ല. അവസരം കിട്ടിയാൽ സന്തോഷം, തരാത്തവരോട് യാതൊരു പരിഭവവുമില്ല. സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം തന്നെയായിരിക്കാം അദ്ദേഹത്തെ ഇങ്ങനെ പെരുമാറാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇവനെ വെച്ചൊരു കളി കളിക്കാം. എന്ത് കളി? സിനിമയ്ക്ക് വേണ്ടി മദ്രാസിലേക്ക് നാടുവിട്ട പല നടന്മാരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? പക്ഷെ സിനിമയ്ക്ക് വേണ്ടി അല്ലാതെ മദ്രാസിലേക്ക് നാട് കടക്കേണ്ടി വന്ന ഒരാളാണ് കൊച്ചിൻ ഹനീഫ. കോളേജ് പഠനകാലത്ത് ഒരു തൊഴിലാളി സമരം നടക്കുന്നു. ഈ സമരത്തെ എതിർക്കുന്നവരെ തൊഴിലാളികൾ സോഡ കുപ്പിക്കൊക്കെ എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയാണ്.
വഴിയിലൂടെ നടന്നു വരുന്ന ഹനീഫ കാണുന്നത് തന്റെ അളിയനടക്കമുള്ളവര് ഈ കുപ്പിക്കേറ് കിട്ടി പരിക്കേറ്റ് നിൽക്കുന്നതാണ്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് സൈഡിലൊക്കെ സ്ഥാപിച്ചിരുന്ന തൊഴിലാളികളുടെ കൊടികള് ഊരി കൂട്ടിയിട്ട് ഹനീഫ അങ്ങ് കത്തിച്ചു. ഇതിൽ രോഷം കണ്ട തൊഴിലാളികൾ ഹനീഫയ്ക്കെതിരെ മുദ്രാവാക്യവുമായി എത്തി. കണ്ണിൽ കണ്ടാൽ കൊല്ലാൻ വരെയുള്ള ആഹ്വാനം ചെയ്തു. പിന്നെ വീട്ടുകാർ മുൻകൈ എടുത്താണ് കൊച്ചിൻ ഹനീഫയെ മദ്രാസിലേക്ക് നാടുകടത്തി വിടുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി തീർത്ത് കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ಯಾವ ಭಾಷಾ ನೀನು ಮಾತಾಡುವುದು? ഒന്ന് പോയേട്ടാ, മലയാളത്തിൽ പറ. കുച്ച് സമജ് മേ നഹീ ആതാ. സാല ഹിന്ദി മേ ബോലോ. ഇപ്പൊ ഞാൻ അവിടുന്ന് ഹിന്ദി പറയാ. കൊച്ചിൻ ഹനീഫയ്ക്ക് തന്റെ പിതാവിനോട് അതിയായ ബഹുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻപിൽ ഇരിക്കുക പോലും ചെയ്യില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. കൊച്ചിൻ ഹനീഫ കുഞ്ഞായിരുന്ന സമയത്ത് കാലുകൾ രണ്ടും രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞാണ് ഇരുന്നിരുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞു വരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് എല്ലാ ദിവസവും മുടങ്ങാതെ തിരുമ്മിയാണ് ആ കാല് ശരിയാക്കിയെടുത്തത്. അതിന്റെ ബഹുമാനം എന്നും കൊച്ചിൻ ഹനീഫയ്ക്ക് തന്റെ പിതാവിനോട് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ ഒരു ശ്രമം നടത്തിയതുകൊണ്ട് മാത്രമാണ് മലയാള സിനിമയ്ക്ക് കൊച്ചിൻ ഹനീഫ എന്ന കലാകാരനെ ഈ ഒരു രൂപത്തിൽ കിട്ടിയത്. പിടിച്ചോ സാർ? കെട്ടിപ്പിടിച്ചു. പിടിച്ചല്ലേ? പിടിച്ചെങ്കിൽ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഇരിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫ എപ്പോഴും നല്ല ഊർജ്ജസ്വലനായിട്ടാണ് ഇരിക്കാറ്. തന്റെ ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹം ആരെ അറിയിക്കാറില്ല. എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ച് മനസ്സിലാക്കി തന്നാൽ കഴിയുന്ന വിധം സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. അയ്യോ ആശാനോ, ആശാനെന്താ ഇവിടെ? നിന്നെ അന്വേഷിച്ച് തന്നെ നീ ഇതിലെ ഓടിയത്. നിങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചതല്ലേ? കാശ് കൊടുക്കാനുള്ളത് കാരണം പിടിച്ച് വരികയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. പല ഹാസ്യ നടന്മാരെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്ത് അവരുടേതായ രീതിയിൽ മനോഹരമാക്കി അവതരിപ്പിക്കുന്നത്. എന്നാൽ കൊച്ചിൻ ഹനീഫയുടെ കാര്യങ്ങൾ കുറച്ചും കൂടിയും കൗതുകം നിറഞ്ഞതാണ്. പല സിനിമകളിലും ചെറിയ വേഷം ചെയ്യാനായിട്ടായിരിക്കും അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷെ പിന്നീട് അത് വലുതും ജനപ്രിയവുമായ കഥാപാത്രങ്ങളായി മാറും. സെറ്റിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം കയ്യിൽ നിന്നിടുന്ന നമ്പറുകളൊക്കെ കേട്ടിട്ട് സംവിധായകനും എഴുത്തുകാരനും ഒക്കെ തോന്നും ഈ കഥാപാത്രം ഈ സിനിമയിൽ മുഴുനീളം ഉണ്ടായിരുന്നെങ്കിലെന്ന്. അത്തരം കഥാപാത്രങ്ങൾ പല സിനിമകളിലും ധാരാളം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കുറെ നേരമല്ലേ തിരിഞ്ഞു തുടങ്ങിയിട്ട്? പല സിനിമകളിലും തീറ്റപ്രാന്തനായും ഭക്ഷണപ്രിയനായും ഒക്കെ കൊച്ചിൻ ഹനീഫയെ നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിലും ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളാണ് അദ്ദേഹം എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ വളരെ മിതമായ ആഹാരം ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് കൊച്ചിൻ ഹനീഫ. സിനിമയുടെ തിരക്ക് കാരണം ഒരു നേരം ആഹാരം മുടങ്ങിയാൽ അതിലൊരു പരാതിയും പറയാറില്ല. എന്ത് തരും? എന്ത് വേണം? എന്ത് തരും? 100 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? ഒരടിക്ക് 500 രൂപ കുറഞ്ഞാൽ വാങ്ങിക്കാറില്ല. 1970-കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിലെത്തിയ കൊച്ചിൻ ഹനീഫയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലും മമ്മൂട്ടിയും വരെ ജൂനിയർ താരങ്ങളാണ്. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ ഹനീഫയുടെ ഒരു ഇന്റർവ്യൂ നടത്തിയത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയും കഴിവുള്ളവരാണെന്നും അവർ മലയാള സിനിമയുടെ 2 കണ്ണുകളാണെന്നും. അതിനുശേഷം വന്ന സുരേഷ് ഗോപി, ജയറാം, സിദ്ദിഖ്, മുകേഷ് തുടങ്ങിയവരെല്ലാം പ്രതീക്ഷയുള്ളവരാണെന്ന് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത് ഇന്ന് നമുക്ക് കൗതുകത്തോടെ കാണാൻ സാധിക്കും. പോക്ക് കണ്ടാത്തൊന്നും ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് ശർക്കര കൊഴക്കാൻ പോണ പോക്ക. ഇന്ന് മലയാള സിനിമയിലുള്ള മുതിർന്ന സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും സീനിയറാണ് കൊച്ചിൻ ഹനീഫയെങ്കിലും അതിന്റെ ഒരു തലക്കനവും അദ്ദേഹം കാണിക്കാറില്ല. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം അഭിനയിക്കുമ്പോൾ അവർക്കൊപ്പം പ്രായമുള്ള ഒരാളായും, ദിലീപിനും ഹരിശ്രീ അശോകനും സലീം കുമാറിന്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ അവരിൽ ഒരാളായും മാറാനുള്ള മാജിക് ആണ് കൊച്ചിൻ ഹനീഫ സ്ക്രീനിൽ കാണിക്കാറുള്ളത്. കൊച്ചിൻ ഹനീഫ എന്ന കലാകാരന്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്. ഈ പടകളൊക്കെ ഇവിടെ തന്നെ വെറുതെ. അമ്മ ഈ വീട്ടില, ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ. പുതിയ കലാകാരന്മാരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മനസ്സ് കാണിക്കുന്ന നടനാണ് കൊച്ചിൻ ഹനീഫ. പുതിയതായി വരുന്ന ഒരാൾക്ക് ഒരു സീനിൽ തന്നേക്കാൾ കൂടുതൽ ഡയലോഗ് ഉണ്ടല്ലോ എന്ന ടെൻഷനൊന്നും കൊച്ചിൻ ഹനീഫയ്ക്കില്ല. ഇതിനൊരു സംഭവ കഥ കൂടി പറയാം. കൊച്ചിൻ ഹനീഫ ഒരു ദിവസം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് മറ്റൊരു നടൻ വന്നിട്ട് ചോദിച്ചു, കഴിഞ്ഞല്ലോ എന്താ പോകാത്തെന്ന്. അതിന് കൊച്ചിൻ ഹനീഫ രസകരമായൊരു മറുപടി കൊടുത്തു, എന്റെ കഴിഞ്ഞു, പക്ഷെ എന്റെ ഡ്രൈവറുടെ കഴിഞ്ഞില്ലെന്ന്. അഭിനയത്തിൽ കഴിവുള്ള തന്റെ ഡ്രൈവർക്ക് അവസരം കൊടുക്കാൻ തയ്യാറായ കൊച്ചിൻ ഹനീഫയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാണമില്ലോടോ എനിക്ക്? കൂടെ ഓടാനും ശൃംഖരിക്കാനും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോ. കൊച്ചിൻ ഹനീഫ പാട്ട് പാടുന്ന ഒരാളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? വളരെ മോശമില്ലാത്ത രീതിയിൽ നൃത്തം ചെയ്യുന്ന ആളുകൂടിയാണ് കൊച്ചിൻ ഹനീഫ. പണം കൈപ്പറ്റിയ നിമിഷം മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ അവനുമായി ഞങ്ങൾക്ക് കുറച്ച് കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. മലയാളം കടന്ന് തമിഴിലേക്ക് പോയ പല നടന്മാരെയും നമുക്കറിയാം. എന്നാൽ തമിഴില് ഇത്രയും പിടിപാടുള്ള മറ്റൊരു നടൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കൊച്ചിൻ ഹനീഫയെ തമിഴിലേക്ക് ക്ഷണിക്കുന്നത് തന്നെ സാക്ഷാൽ കരുണാനിധിയാണ്. 1988 ഹനീഫ സംവിധാനം ചെയ്ത സന്ദർഭം എന്ന സിനിമ വൻ ഹിറ്റ് ആയതോടുകൂടി ആ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹനീഫയെ കരുണാനിധി തമിഴിലേക്ക് ക്ഷണിച്ചത്. ഞാൻ സംവിധായകനാ.
കരുണാനിധിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തെ കാണാനെത്തിയ ഹനീഫയ്ക്ക് വൻ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തു കൊടുക്കാമെന്ന് കൊച്ചിൻ ഹനീഫ ഏൽക്കുന്നു. എന്നാൽ ഹനീഫയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാക്ഷാൽ കരുണാനിധി തന്നെ സിനിമയുടെ തിരക്കഥാകൃത്താകുന്നു. അങ്ങനെ 1988 പാടാത്ത തേനികൾ എന്ന പേരിൽ ആ സിനിമ പുറത്തിറങ്ങി. തമിഴിലും സിനിമ വൻ ഹിറ്റ് ആയതോടുകൂടി അവിടെ ഹനീഫയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വളരെ വലുതായി. ഇതാരാണ് അച്ഛനെ? ഇതെന്റെ അസിസ്റ്റന്റ് പങ്കജാക്ഷൻ. അപ്പൊ ജയിലിൽ പോകുന്നതിന് മുമ്പ് വേറൊരാളുണ്ടായിരുന്നല്ലോ. അത് ഇവന്റെ അച്ഛൻ അരവിന്ദാക്ഷൻ. ഇനി ഇവനെ പോലെ വേറെ ഒരുത്തരുണ്ട്. അതെനിക്കറിയാം. ആരാ? ഫിക്സ് ആക്ഷൻ. തമിഴ് സിനിമ സംവിധാനം ചെയ്യാൻ ഏറ്റപ്പോഴാണ് കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു പ്രശ്നം മനസ്സിലായത്. കൊച്ചിൻ ഹനീഫ എന്ന പേര് തമിഴില് അത്ര ശരിയാവില്ലത്രേ. അതായത് കേരളത്തിലെ ഒരു സ്ഥലപ്പേരോട് കൂടിയ പേര് തമിഴര് സ്വീകരിക്കില്ല എന്നായിരുന്നു വാദം. ഒടുക്കം കൊച്ചിൻ ഹനീഫ തന്റെ പേര് തമിഴ് സിനിമയ്ക്ക് വേണ്ടി മാറ്റാനായിട്ട് തീരുമാനമായി. അങ്ങനെ തന്റെ ആദ്യ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ ഹനീഫയുടെ പേര് VMC ഹനീഫ എന്നാക്കി. അതായത് വെളുത്തെടുത്ത് മുഹമ്മദ് മകൻ കൊച്ചിൻ ഹനീഫ. ഇവന് രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുഴപ്പമാ. ഇനി പണിക്ക് വന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ വേറെ ആളെ നോക്കും. കമ്പനിക്കാർക്ക് പറഞ്ഞ സമയത്ത് ഹോർഡിംഗ് വരച്ചു കൊടുത്തില്ലെങ്കിലേ പുഞ്ചിരിയാട്സ് കണ്ണീരാട്സായി മാറും. തമിഴിൽ തന്റെ ആദ്യ ചിത്രം ഹിറ്റ് ആയതോടുകൂടി കരുണാനിധിയുമായി കുറച്ചുകൂടെ അടുത്ത ബന്ധം വന്നു കൊച്ചിൻ ഹനീഫയ്ക്ക്. പിന്നീട് അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ ഏതാനും സിനിമകൾ കൂടി സംവിധാനം ചെയ്യാൻ ഹനീഫയ്ക്ക് സാധിച്ചു. ഒരിക്കൽ കരുണാനിധി പറയുകയുണ്ടായി, തന്റെ മുറിയിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി വന്നിരിക്കാൻ 2 മലയാളികൾക്കേ സാധിച്ചിട്ടുള്ളൂ. അതിൽ ഒന്ന് MGRഉം ഒന്ന് കൊച്ചിൻ ഹനീഫയുമാണെന്ന്. പിൻകാലത്ത് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണത്തിന് പ്രസംഗിക്കാൻ പോയ ചരിത്രം വരെയുണ്ട് കൊച്ചിൻ ഹനീഫയ്ക്ക്. ചുമ്മാതല്ല, ബാംഗ്ലൂർ വെച്ച് എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നതാടോ? ചുടുകട്ടയും ഇതുപോലുള്ള തേങ്ങയൊക്കെ രാജം പണിക്കര് പൊട്ടിക്കുന്നത്. തമിഴിലെ കൊച്ചിൻ ഹനീഫയുടെ ആദ്യ സിനിമയിലെ നായകൻ ഇപ്പോഴത്തെ തമിഴിലെ സൂപ്പർ സ്റ്റാർ സൂര്യയുടെ പിതാവ് ശിവകുമാർ ആയിരുന്നു. മലയാളത്തിലെ ആദ്യ സംവിധാനം മുതൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിയുടെ കൂടെയായിരുന്നു. അവസാനമായി കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത ഭീഷ്മചാരി എന്ന സിനിമയിലെ നായകൻ മനോജ് കെ ജയൻ ആയിരുന്നു. ഹനീഫയുടെ ഒരു നടക്കാതെ പോയ ആഗ്രഹമാണ് മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നത്. 2, 3, 4, 5, 6, 7, 8. ഇന്നത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ ജോഷി ഈ നിലയിലെത്താൻ കാരണക്കാരനായത് കൊച്ചിൻ ഹനീഫയാണെന്ന് എത്ര പേർക്കറിയാം? സിനിമാ മോഹവുമായി മദിരാശിയിലേക്ക് വണ്ടിയേറിയ ജോഷി നിരവധി ചിത്രങ്ങളുടെ സഹസംവിധായകനായി വർക്ക് ചെയ്തതിനു ശേഷം സ്വന്തമായ സംവിധാനത്തിൽ ഒരു സിനിമ ഇറക്കി. ആ സിനിമ പരാജയമായിരുന്നു. അതിനുശേഷം ഇറക്കിയ 1-2 സിനിമകളും പരാജയമായിരുന്നു. ഇതിനെ തുടർന്ന് നിരാശയിലായ ജോഷി തിരിച്ച് വീട്ടിലെത്തി മുറിയടച്ച് ഇരിപ്പായി. ഇതറിഞ്ഞ് ജോഷിയെ ചെന്ന് കണ്ട് ആത്മവിശ്വാസം കൊടുത്ത് വീണ്ടും സിനിമയിലേക്ക് എത്തിച്ചത് കൊച്ചിൻ ഹനീഫയാണ്. ജോഷിയുടെ സൂപ്പർ ഹിറ്റായ ജയൻ നായകനായ മൂർഖൻ എന്ന സിനിമയിലേക്കും അദ്ദേഹത്തെ എത്തിച്ചത് കൊച്ചിൻ ഹനീഫയാണ്. എടാ കള്ളക്കൂന, നീ ഏത് ഗുഹയിലായിരിക്കുന്നത്? നമ്മളിവിടെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല. ഞാൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗുഹയിലാ. അടുത്ത് ബില്ലാതിലിരുന്ന് ബോംബെടുന്നുണ്ട്, കൊടുക്കണോ? തന്റെ കുടുംബാംഗങ്ങളോട് വളരെയധികം സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു കൊച്ചിൻ ഹനീഫ. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇളയ സഹോദരനായ നൌഷാദാണ്. സിനിമാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ കൊച്ചിൻ ഹനീഫ നൌഷാദുമായി ഒരുപാട് നേരം സിനിമാ കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. മാത്രമല്ല സിനിമാ മേഖലയിലുള്ള പലർക്കും കൊച്ചിൻ ഹനീഫയുടെ സഹോദരൻ നൌഷാദിനെ വളരെ വ്യക്തമായി പരിചയവും ഉണ്ടായിരുന്നു. നൌഷാദിനോട് ഫോണിൽ സംസാരിക്കാത്ത ഒരു ദിവസം പോലും കൊച്ചിൻ ഹനീഫയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ ഇടം തിരിഞ്ഞു നിൽക്കാതെ വന്നിരുന്നു. വേണ്ട, അതൊക്കെ ആദ്യം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞു. മേടിച്ചു വിളമ്പടാ. കൊടുക്കൂ. കൊച്ചിൻ ഹനീഫ അവസാനമായി അഭിനയിക്കുന്നത് ഒരു തെലുങ്ക് സിനിമയിലാണ്. തന്റെ ശാരീരിക അവസ്ഥകളെ അവഗണിച്ചുകൊണ്ടാണ് കൊച്ചിൻ ഹനീഫ ആ സിനിമയുടെ സെറ്റിലെത്തുന്നത്. കൂടെ ഉണ്ടായിരുന്നത് സഹോദരൻ നൌഷാദാണ്. ഫ്ലൈറ്റ് ഇറങ്ങി സെറ്റിലെത്തിയ കൊച്ചിൻ ഹനീഫയെ കണ്ട എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം ഇതിനു മുൻപുള്ള ഷെഡ്യൂളിൽ വളരെ ആക്റ്റീവ് ആയിരുന്ന ഒരാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയായി എന്ന ചിന്തയായിരുന്നു എല്ലാവർക്കും. കൊച്ചിൻ ഹനീഫയ്ക്ക് അഭിനയിക്കേണ്ടിയിരുന്നത് ഒരു ഫ്ലൈറ്റിന്റെ ചിറകിലുള്ള സാഹസിക രംഗവും. ഇടത്ത് ചവിട്ടി ഇടത്തേതെടുത്ത് വലത്തോട്ട് വെച്ച് വലത്ത് മാറി വീതി ചുരുക്കി അമർന്ന് ഇടത്തോട്ട് ഇടത്ത് വലത്തോട്ട് വലത്ത് കൊണ്ട് വീതി ചുരുക്കി ചാരിക്കെട്ടി തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞു താരി. കൊച്ചിൻ ഹനീഫയുടെ അവസാന തെലുങ്ക് ചിത്രത്തിന്റെ സംവിധായകൻ SJ സൂര്യയായിരുന്നു. അവശനായിരുന്ന കൊച്ചിൻ ഹനീഫയെ കൊണ്ട് ഒരു സാഹസിക രംഗം ഷൂട്ട് ചെയ്യിപ്പിക്കുന്നതിന് ഒരു വിദ്യ കൂടി അദ്ദേഹം കണ്ടെത്തിയിരുന്നു.
ഒരേ സമയം 4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുക. അതാവുമ്പോൾ രംഗം കഴിഞ്ഞ ഉടനെ കൊച്ചിൻ ഹനീഫയ്ക്ക് വിശ്രമിക്കാം. എന്നാൽ മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം മാറി വന്ന കൊച്ചിൻ ഹനീഫയെ കണ്ട എല്ലാവരും ഒന്ന് ഞെട്ടി. കഥാപാത്രമായി മാറിയപ്പോൾ അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായിരിക്കുന്നു. ഒരു യഥാർത്ഥ കലാകാരനെ കണ്ട നിമിഷം ഒറ്റ ടേക്കിൽ തന്നെ രംഗം ഭംഗിയാക്കി അദ്ദേഹം മടങ്ങുകയും ചെയ്തു. നീ അകത്ത് തപ്പ്, ഞാൻ പുറത്ത് തപ്പാ. ഇനി കണ്ട ഒറ്റ പിടി ആരെങ്കിലും കണ്ട ശരി. സിനിമയിലെ ആർഭാടങ്ങൾ ഒരുപാട് ഭ്രമിപ്പിക്കാത്ത നടനായിരുന്നു കൊച്ചിൻ ഹനീഫ. കാരവൻ സംസ്കാരം വന്നു തുടങ്ങിയ കാലത്ത് പോലും സിനിമ ഷൂട്ടിംഗ് ഇടവേളകളിൽ തന്റെ സഹപ്രവർത്തകരുമായി ഇടപഴകി സംസാരിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. പച്ചയായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലെ കലാകാരന് അതായിരുന്നു ഊർജം. ജൂനിയർ നടന്മാർ പോലും അദ്ദേഹത്തിന്റെ കഥകൾ കേൾക്കാനായി കൊച്ചിൻ ഹനീഫയ്ക്ക് ചുറ്റും കൂടുമായിരുന്നു. ഒരു ദീർഘകാല സിനിമാ കഥകളായിരുന്നു അവർക്ക് അതിൽ നിന്ന് ലഭിച്ചിരുന്നത്. നമസ്കാരം. പകച്ചു നോക്കിയൊന്നും വേണ്ട, ഞാൻ സസ്പെൻഷനില്ല. പക്ഷെ ഇത്ര ആളുണ്ടല്ല, ഓവർലോഡായിട്ടും പിടിച്ച മോശമല്ലേന്ന് കരുതി. അതെ, ഇതിനൊന്നും പിടിച്ചവനെ. സിനിമയിലെത്തിയാൽ മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളെല്ലാം ശീലമാകും എന്നൊരു അപവാദമുണ്ട്. എന്നാൽ ഈ അപവാദങ്ങൾക്ക് ഒരു അപവാദമാണ് കൊച്ചിൻ ഹനീഫ എന്ന കലാകാരൻ. അദ്ദേഹം സിനിമയിൽ എത്തുന്നതിന് വേണ്ടിയാണ് ഈ ശീലങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചത്. ഈ നാട്ടില് വേറെ പട്ടിയുണ്ടല്ല, പക്ഷെ പഞ്ചവർണ്ണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. മലയാള സിനിമയിലെ മികച്ച നടന്മാരുടെ പട്ടിക തയ്യാറാക്കിയാൽ അതിൽ മുൻപന്തിയിലുണ്ടാകും കൊച്ചിൻ ഹനീഫയുടെ പേര്. വില്ലൻ വേഷങ്ങളിലൂടെ തുടങ്ങി പ്രേം നസീറിന്റെയും ജയന്റെയും സിനിമകളിലെ ക്രൂരതയുടെ ആൾരൂപമായി മാറി പ്രേക്ഷക മനസ്സിൽ ഭയം ജനിപ്പിച്ച കൊച്ചിൻ ഹനീഫ പിന്നീട് സ്വഭാവ നടനിലൂടെ സഞ്ചരിച്ച് മലയാളത്തിലെ മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളായി എത്തി നിൽക്കുന്നതാണ് കൊച്ചിൻ ഹനീഫയുടെ കരിയർ ഗ്രാഫ്. അറിയോ? അപാര വെപ്പാണെന്ന് പറഞ്ഞതാ. ചോറും കറിയും മുതൽ ചായയും കാപ്പിയും വരെ വെക്കും. എന്താ നിന്റെ പേര്? കൂട്ടുവർക്ക്. എന്താ? മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഹാസ്യ നടന്മാരിൽ ഒരാളാണ് കൊച്ചിൻ ഹനീഫയെങ്കിലും അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളെല്ലാം കുടുംബ പ്രേക്ഷകരുടെ കണ്ണ് നനയിപ്പിക്കുന്ന കുടുംബ കഥകളായിരുന്നു. ഒരു സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്ക് 3 മാസങ്ങൾക്ക് മുൻപ് ആൺകിളിയുടെ താരാട്ട്, വാത്സല്യം, ഭീഷ്മചര്യ, വീണമീട്ടിയ വിലങ്ങുകൾ തുടങ്ങിയവയായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത മലയാള ചിത്രങ്ങൾ. പാസപ്പറവകൾ, പാടാത്ത തേനികൾ, പാസമഴൈ, പകലിൻ പൗർണമി, പിള്ളൈ പാസം തുടങ്ങിയ തമിഴ് സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു. സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറിയ പങ്കും സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇതുകൂടാതെ 16ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥയും രചിച്ചു. എന്റെ ഉറ്റ സുഹൃത്തിന്റെ കല്യാണമാണ്. പോകാൻ പറ്റില്ല. അവൻ മരിച്ചപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റില്ല. പോകണ്ട. അവൻ മരിച്ചപ്പോഴാ? അല്ല, അവന്റെ അപ്പം മരിച്ചപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റില്ല. കിരീടം എന്ന സിനിമയിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രം കൊച്ചിൻ ഹനീഫയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. അന്നോളം ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രശസ്തി ഈ കഥാപാത്രം കൊച്ചിൻ ഹനീഫയ്ക്ക് നേടിക്കൊടുത്തു. മിമിക്രി കലാകാരന്മാരുടെ നമ്പർ 1 ഐറ്റമായി കൊച്ചിൻ ഹനീഫയുടെ ഹൈദ്രോസ് മാറി. കിരീടം എന്ന സിനിമയുടെ 2ാം ഭാഗമായ ചെങ്കോലിലും ഹൈദ്രോസ് എന്ന കഥാപാത്രത്തെ കൊച്ചിൻ ഹനീഫ അവിസ്മരണീയമാക്കി. ഹൈദ്രോസ് എന്ന കഥാപാത്രം നൽകിയ ധൈര്യമാണ് പിന്നീട് മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ എൽദോസ് എന്ന കഥാപാത്രം കൊച്ചിൻ ഹനീഫയെ ഏൽപ്പിക്കാൻ സംവിധായകർക്ക് ആത്മവിശ്വാസം കൊടുത്തത്. അല്ല, അടിച്ചതാണോ എറിഞ്ഞതാണോ അതുപോലും അറിയില്ല എന്ന് പറയായിരുന്നു. തമിഴ് സിനിമാ മേഖലയിൽ കൊച്ചിൻ ഹനീഫയ്ക്ക് നേടിയെടുക്കാനായ ഒരു സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ചും കലൈഞ്ചർ കരുണാനിധിയുമായുള്ള ബന്ധം. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സിനിമകളുടെ ചർച്ചകൾ മാത്രമായിരുന്നില്ല നടന്നത്. കരുണാനിധിയുടെ പിന്നീടുള്ള സിനിമകളിലെ തിരക്കഥകളെല്ലാം തന്നെ കൊച്ചിൻ ഹനീഫയുമായി ചർച്ച ചെയ്യാൻ തുടങ്ങി. അവരങ്ങനെ നല്ലൊരു ആത്മബന്ധത്തിലായി. കരുണാനിധിയുടെ സിനിമാ പ്രൊജക്ടുകളെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം തേടുന്ന ആളുകളിൽ പ്രധാനിയായി മാറി കൊച്ചിൻ ഹനീഫ. ഇവനോർത്തിട്ടല്ല, തറവാട്ടിലെ മറ്റുള്ളവർ ഓർക്കണമല്ലോ. സിനിമാ തിരക്കുകൾക്കിടയിൽ സ്വന്തം വിവാഹം പോലും വൈകിപ്പിച്ച കലാകാരനാണ് കൊച്ചിൻ ഹനീഫ. 1944 45-ാം വയസ്സിലാണ് കൊച്ചിൻ ഹനീഫ വിവാഹിതനാവുന്നത്. ഫാസിലയാണ് ഭാര്യ. 12 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇരുവർക്കും 2 പെൺകുഞ്ഞുങ്ങൾ പിറക്കുന്നത്. സഫ, മർവ എന്നാണ് ഇവർക്ക് പേരിട്ടിരിക്കുന്നത്. പുണ്യഭൂമിയായ മക്കയിലെ 2 പർവ്വതങ്ങളാണ് സഫ, മർവ. ആ കർത്താവല്ലടോ ഞാൻ ഇവളുടെ ഭർത്താവ്. പേര് ചേകന്നൂർ നീലകണ്ഠൻ കർത്താവ്. കണ്ടാൽ അവരുടെ അപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തശ്ശന്റെ അപ്പനാടാ.
മലയാള സിനിമയിലും തമിഴ് സിനിമയിലും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു കൊച്ചിൻ ഹനീഫ എന്ന് നമ്മൾ സംസാരിച്ചു. എന്നാൽ നമ്മൾ അറിയാത്ത പല സിനിമകളുടെയും പ്രമേയം വികസിപ്പിക്കുന്നതിലും തിരക്കഥ വികസിപ്പിക്കുന്നതിലുമെല്ലാം സജീവമായി പങ്കെടുത്തിട്ടുള്ള കലാകാരൻ കൂടിയാണ് കൊച്ചിൻ ഹനീഫ. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിഭ അറിയാവുന്നത് കൊണ്ട് തന്നെ പല സംവിധായകരും തന്റെ സിനിമാ ചർച്ചകളിൽ അദ്ദേഹത്തെ കൂടെ കൂട്ടുമായിരുന്നു. മലയാള സിനിമയിലെ പല വലിയ എഴുത്തുകാരും കൊച്ചിൻ ഹനീഫയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മലയാളത്തിന് ഒരുപാട് തിരക്കഥകൾ സമ്മാനിച്ച ജോൺ പോൾ എന്ന സംവിധായകൻ കൊച്ചിൻ ഹനീഫയുടെ അടുത്ത സുഹൃത്തും സഹപാഠിയുമായിരുന്നു. ദിണ്ടിച്ചായം കഴിച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ കൊടുത്താൽ മതിയുടെ അപ്പുറത്തേക്ക്. അതായത് മാൻഡ്രക്ക് ആയാലും ശരി, ഫാൻഡോ ആയാലും ശരി. ഓഹോ. സ്കൂൾ പഠനകാലത്ത് പോലും നാടകങ്ങളിൽ തിരക്കുണ്ടായിരുന്ന കലാകാരനായിരുന്നു കൊച്ചിൻ ഹനീഫ. ദൂരെയുള്ള ഏതെങ്കിലും ഒരു നാടക വേദികളിൽ ചെന്ന് നാടകം അവതരണമൊക്കെ കഴിഞ്ഞ് ദീർഘദൂരം യാത്ര ചെയ്തതിന് ശേഷമായിരിക്കും കൊച്ചിൻ ഹനീഫ തിരിച്ച് സ്കൂൾ ബെൽ അടിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തുന്നത്. ഞാൻ നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികളുടെ കാര്യം പറഞ്ഞത്. അപ്പൊ ഇവിടെ ലേഡീസ് ഹോസ്റ്റലുണ്ടോ? തൊട്ടടുത്ത് തന്നെ ജനറൽ ആശുപത്രി ഉണ്ട്. ദൈവമേ, മാറ്റി പറഞ്ഞേക്കാം. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി നാടക കമ്പനികളുടെ വണ്ടികൾ കാത്തുകിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവോ? എന്നാൽ ഇത് യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ സ്കൂൾ പഠന കാലഘട്ടത്തെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ തന്നെ കൊച്ചിൻ ഹനീഫ പല നാടക ട്രൂപ്പുകളിലും അഭിനയിച്ചിരുന്നു. ഹനീഫയുടെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്കൂൾ ഇടവേളകളിൽ കളിച്ചു നടക്കുമ്പോൾ കൊച്ചിൻ ഹനീഫയെ കൊണ്ടുപോകാനായിട്ട് വണ്ടി ഗേറ്റിന് മുൻപിൽ കാത്തു നിൽക്കുമായിരുന്നു. ആ പ്രായത്തിൽ അത്ര നല്ലൊരു കലാകാരനെ അവർക്ക് വേറെ കിട്ടിയിരുന്നില്ല എന്നതാണ് സത്യം. കൊള്ളാം. നമ്മളിത് അറിയിക്കാൻ ചെല്ലുമ്പോ നമ്മളെ പിടിച്ച പോലീസ് അകത്താക്കിയല്ല. മണ്ട, നമ്മളെപ്പോലുള്ള കള്ളപ്പാർക്ക് വിളിക്കാൻ വേണ്ടിയില്ല 100 പറഞ്ഞൊരു നമ്പർ ഉണ്ടാക്കി വെച്ചേക്കണത്. സിനിമയില് വില്ലൻ കഥാപാത്രങ്ങളും കോമഡി കഥാപാത്രങ്ങളും ഒക്കെ ചെയ്യുന്ന കൊച്ചിൻ ഹനീഫയാണ് നമുക്ക് കൂടുതൽ പരിചയം, അല്ലെ? എന്നാൽ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് നാടകങ്ങളിൽ പല ചരിത്ര പ്രധാന കഥാപാത്രങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. ചില കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും സംഭാഷണവും ഒക്കെ അവതരിപ്പിക്കുന്നതിന് കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പൊക്കം കുറഞ്ഞ കൊച്ചിൻ ഹനീഫ ചരിത്ര കഥാപാത്രങ്ങളുമായി വേദിയിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു അരോചകം പോലും തോന്നിയിരുന്നില്ല. കാരണം ആ ഒരു കഥാപാത്രത്തിന്റെ പൊക്കം തന്നിലേക്ക് ആവാഹിച്ച് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് കൊച്ചിൻ ഹനീഫയ്ക്ക് ഉണ്ടായിരുന്നെന്ന് സുഹൃത്തു കൂടിയായ ജോൺ പോൾ ഒരിക്കൽ പറയുകയുണ്ടായി. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു ശുദ്ധ ഹൃദയം കൂടെ കൊച്ചിൻ ഹനീഫയ്ക്കുണ്ട്. സിനിമയിലെ തുടക്കക്കാരനായിരുന്ന സമയത്ത് തന്റെ സുഹൃത്തിന്റെ കുഞ്ഞിന് രക്തം ആവശ്യമായി വന്നപ്പോൾ ഒന്നും നോക്കാതെ ഒരു മടിയും കൂടാതെ മദ്രാശിയിൽ നിന്ന് വെല്ലൂർ വരെ യാത്ര ചെയ്ത് ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തിയപ്പോൾ എന്തോ കാരണം കൊണ്ട് അതിന്റെ ഗേറ്റ് തുറക്കുന്നില്ല. ആ ഗേറ്റ് ചാടിക്കടന്ന് കൃത്യസമയത്ത് കുഞ്ഞിന് ആവശ്യമായ രക്തം അദ്ദേഹം നൽകി. അതുമാത്രമല്ല, അതിനുശേഷം ആ സിനിമയിലെ ചെറിയൊരു ഷോട്ടിലും കൂടെ അഭിനയിക്കേണ്ടതായി ഉള്ളതുകൊണ്ട് തിരിച്ച് മദ്രാശിയിലേക്ക് ബസ്സിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എത്തിയത്. ഒരു ശബ്ദം കേട്ടില്ലേ? ഇല്ല, ഒരു ടീ കപ്പും 2 വെട്ട് ഗ്ലാസും അവിടെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടു. ഈ സാറിന്റെ ഒരു ചെവി. സിനിമയിലെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് മദ്രാസിൽ ജീവിച്ചിരുന്ന കാലത്ത് കൊച്ചിൻ ഹനീഫയുടെ മുറിയിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ആകെ 3 ചാക്കുകളായിരുന്നു. താൻ അഭിനയിച്ച സിനിമയിലെ വൈകാരിക നിമിഷങ്ങളും നാടകീയ രംഗങ്ങൾ കോർത്തിണക്കിയതൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരു പഠന നോട്ട്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അടുത്ത സുഹൃത്തുക്കൾ പോലും ഇത് കാണുമ്പോൾ കൊച്ചിൻ ഹനീഫയെ കളിയാക്കുമായിരുന്നു. എന്നാൽ താൻ അന്ന് സൂക്ഷിച്ചതൊന്നും വെറുതെ ആയിരുന്നില്ല എന്ന് ഒരു സംവിധായകനായപ്പോൾ കൊച്ചിൻ ഹനീഫ തെളിയിച്ചു. അന്ന് താൻ നേടിയെടുത്ത അനുഭവങ്ങളും ഊർജവും എല്ലാം തന്നെ പിന്നീട് തന്റെ സിനിമകളിലെ രംഗങ്ങളെല്ലാം മനോഹരമാക്കി അവതരിപ്പിച്ച് വിജയിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നതാടിയാൻ വിളിച്ചത്? സോണിയാന്ന്. ഓഹോ, അപ്പൊ ചെല്ലപ്പേര് വിളിക്കുന്ന പരുവം വരെ എത്തി. അഭിനയവും സംവിധാനവും എഴുത്തുമല്ലാതെ മേക്കപ്പ് എന്ന കലയിലും പ്രഗത്ഭനായിരുന്നു കൊച്ചിൻ ഹനീഫ. നാടകങ്ങളിൽ സജീവമായിരുന്ന തന്റെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അത് പ്രകടമാക്കുകയും ചെയ്തു. തന്റെ സുഹൃത്തായിരുന്ന ജോൺ പോളിന് സൺഡേ സ്കൂൾ കലോത്സവത്തിൽ യേശുക്രിസ്തുവായി അഭിനയിക്കുന്നതിന് വേണ്ടി സ്വയം തിരഞ്ഞെടുത്ത മേക്കപ്പ് മാൻ ഹനീഫയായിരുന്നു. ഈ കഴിവുകളൊക്കെ തന്നെ കൊച്ചിൻ ഹനീഫ പിന്നീട് സംവിധായകനായി മാറിയപ്പോൾ തന്റെ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുന്നതിന് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ഇതുവരെ കല്യാണം കഴിക്കാത്തത്? നിന്നെ കല്യാണം കഴിക്കാൻ നിന്നെ ഇപ്പോഴല്ലേ കണ്ടത്. പെണ്ണുങ്ങൾ വന്ന് കരഞ്ഞു പറഞ്ഞ എന്റെ മനസ്സിലേ അതെന്റെ ഒരു വീക്ക്നെസ്സാ. മലയാള സിനിമയിൽ ഏറ്റവും അച്ചടക്കമുള്ള ജീവിതം നയിച്ചിരുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളായിരുന്നു കൊച്ചിൻ ഹനീഫ. മദ്യപാനം, പുകവലി തുടങ്ങിയ ഒരു ശീലങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അത്തരം ഒരാൾക്ക് വരാൻ പാടില്ലാത്ത കരൾ രോഗമാണ് കൊച്ചിൻ ഹനീഫയുടെ മരണത്തിന് കാരണമായത്. അന്നേ വരെ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലൂടെ ഒക്കെ തന്നെ ഇന്നും മലയാളികളെ അദ്ദേഹം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.